കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ പുതുവർഷ പുലരിയിൽ സബ് ട്രഷറികൾക്ക് മുന്നിൽ കരിദിനാചരണം നടത്തി. വർദ്ധിപ്പിച്ച മെഡിസെപ്പ് പ്രീമിയം പിൻവലിക്കുക, കൂടുതൽ ആശുപത്രികളെ മെഡിസെപ്പിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ചികിത്സ പൂർണ്ണമായും ക്യാഷ്ലെസ് ആക്കുക, കേന്ദ്ര പെൻഷൻകാരെ മെഡിസെപ്പിൽ നിന്നും ഒഴിവാക്കുക, ആയുർവേദം, ഹോമിയോ തുടങ്ങിയ ചികിത്സകൾ മെഡിസെപ്പിൽ ഉൾപ്പെടുത്തുക, മെഡിക്കൽ അലവൻസിൽ കൂടുതലായി വരുന്ന പ്രീമിയം സർക്കാർ വിഹിതമായി അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളും KSSPA ഉന്നയിച്ചു. ഇന്ന് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കി വന്നിരുന്ന മെഡിസെപ്പ് എന്ന് പറയുന്ന സംവിധാനം സത്യത്തിൽ ഇന്നലെ വരെ 500 രൂപ വീതം പെൻഷൻകാരിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നും ഈടാക്കിക്കൊണ്ട് ഇവിടെ 3 വർഷക്കാലമായി നടത്തി വന്നിരുന്ന മെഡിസെപ്പ് കൊണ്ട് ഇവിടുത്തെ ഒരു പെൻഷൻകാരനും ജീവനക്കാരനും അത് പ്രയോജനപരമല്ല എന്ന് ബോധ്യമായിട്ട് പോലും അതിലൊരു പുനഃചിന്തനം നടത്താതെ, ആരോടും ചോദിക്കാതെ, ആരോടും ചർച്ച ചെയ്യാതെ ഇന്നു മുതൽ അത് 810 രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. ഏറ്റുമാനൂർ സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം B. മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് TR രമേശ് കുമാർ അധ്യക്ഷനായിരുന്നു. കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി R. രവികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം സെക്രട്ടറി ഷാജി കുര്യാക്കോസ്, മണ്ഡലം പ്രസിഡന്റ് KG വിനയൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടോമി സെബാസ്റ്റ്യൻ, ജില്ലാ കമ്മിറ്റി അംഗം ഡാലിസ് ജോർജ്, വനിതാ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റൈച്ചൽ P. വർഗീസ്, KS ജോസഫ് എന്നിവർ പ്രസംഗിച്ചു.